വന്നിട്ടുള്ളത് ഒരു കഥ പറയാൻ വേണ്ടിയാണ്. ഒരു കഥ എന്ന് പറയുമ്പോൾ പലരും പുസ്തകാതുകളിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ കേട്ടതായിരിക്കും. പക്ഷേ ഇത് നിങ്ങൾ ആരും കേൾക്കാത്തൊരു കഥയാണ്. ഇത് എൻ്റെ കഥയാണ്. ഈ ലോകത്തുള്ള സകല മാതാപിതാക്കളുടെയും ആഗ്രഹം അവരുടെ മക്കളിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഹാഫിളോ ഉസ്താദോ ആക്കണമെന്നായിരിക്കും. എന്നാൽ എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ആഗ്രഹം അതുതന്നെയായിരുന്നു. എനിക്കും ഉസ്താദാവാൻ നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ കയ്യും പിടിച്ച് ജലാലിയ കോളേജിലേക്ക് എക്സാം എഴുതാൻ വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കണ്ടത് കുറേ ഉസ്താദ് കാക്കുമാർ ജുബ്ബയും തലേക്കെട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് പൊലിവായി. അങ്ങനെ എക്സാം എഴുതി പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞത് എനിക്ക് സെലക്ഷൻ കിട്ടിയെന്ന്. പിന്നെ നിങ്ങൾ കാണേണ്ടത് തന്നെയായിരുന്നു. വീട്ടിൽ 14 ഉദിച്ച പോലെയായിരുന്നു. പിന്നെ എല്ലാം സ്പീഡിലായിരുന്നു. ഡ്രസ്സ് അടിക്കാൻ കൊടുക്കലും ബാഗ് വാങ്ങലും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷേ അപ്പോഴേക്കും എനിക്കെന്തോ വിഷമമായി തുടങ്ങി. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ഉമ്മയും ഉപ്പയെയും പെങ്ങളെയും ഒക്കെ വിട്ട് നിൽക്കണ്ടേ എന്നുള്ള വിഷമം. എന്നെക്കാൾ വിഷമം എൻ്റെ ഉമ്മക്കായിരുന്നു. എൻ്റെ ഉമ്മക്ക് ഞാനാണെങ്കിൽ ജീവനാണ്, എനിക്കും ഉമ്മയും. അങ്ങനെ കോളേജിലേക്ക് വരേണ്ട ദിവസം വല്ലിപ്പയോടും വല്യമ്മയോടും ഒക്കെ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി കോളേജിലെത്തപ്പോഴാ കണ്ടത് എൻ്റെ ഒപ്പമുള്ള കുട്ടികളൊക്കെ അമ്മാനും കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പം എനിക്ക് ചിരിയാ വന്നേ. പിന്നല്ലേ എൻ്റെ അമ്മ ഇപ്പോൾ പോകാൻ വന്നപ്പോഴാ മനസ്സിലായത് അവരെന്തിനാ കരഞ്ഞതെന്ന്. ഞാനും കുറേ നേരം കരഞ്ഞു. പിന്നെ ഞാനും അവിടുത്തെ ഒരു കുട്ടി മാറി. നിങ്ങൾക്കറിയുമോ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ജിഫ്രി തങ്ങൾ ഉസ്താദിനെ കണ്ടത്. ജിഫ്രി തങ്ങൾ ഉസ്താദ് നല്ലപോലെ കിതാബ് പഠിക്കാനൊക്കെ പറഞ്ഞു. എന്നാലും ഇടയ്ക്കൊക്കെ ഉമ്മയും ഉപ്പയും ഒക്കെ ഓർമ്മ വരുമ്പോൾ എൻ്റെ കണ്ണ് നിറയും. നിങ്ങൾക്കറിയുമോ അപ്പൻ്റെ കണ്ണീർ തോർത്തിയത് ആരാണെന്ന്? എൻ്റെ തലക്കണിയായിരുന്നു. ആരും കാണില്ലല്ലോ. എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ മുഖം പൂച്ച് കരയും. അങ്ങനെ ഒരു ദിവസം ഞാൻ തസ്നീം ഉസ്താദിനോട് പറഞ്ഞു എനിക്ക് വീട്ടിലേക്ക് പോകണം, എനിക്ക് ഇവിടെ പറ്റില്ല എന്ന്. അപ്പോൾ തസ്നീം ഉസ്താദ് പറഞ്ഞെന്താന്ന് നിങ്ങൾക്ക് അറിയോ? എടാ, നമ്മളെ വിട്ടു നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം നമ്മളെ മാതാപിതാക്കൾക്കാണ്. നമ്മളെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് അവരെ വലിയ കുട്ടികളായി ദീൻ പഠിക്കണമെന്നും മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഖബറിലേക്ക് നിത്യം യാസീനോ ഫാത്തിഹയോ ഒക്കെ കിട്ടുമെന്ന തോന്നൽ. അതാണ് നമ്മൾ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. അത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം ദീനിലേക്ക് മടങ്ങുന്നുവോ അത്രത്തോളം സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അതുപോലെ തന്നെ നമ്മളെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അത് നമ്മൾ അവരെ സ്നേഹിക്കുകയും വേണം. നമ്മൾ ദീനിലേക്ക് എത്രത്തോളം മടങ്ങുന്നുവോ അത്രത്തോളം അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴിയും എളുപ്പമാക്കി കൊടുക്കും. എന്നാ ശരി, മാസലാമ.